നിങ്ങൾ രണ്ടുപേരും കൂടി ആ പാല് മൊത്തം കുടിച്ച് തീർക്കുവോ ഇപ്പൊ? പിന്നെ മമ്മി, ഇത് മമ്മിയല്ലേ ഞങ്ങൾക്ക് കുടിക്കാൻ തന്നത്? ആ പാൽ ഗ്ലാസ് രണ്ടുപേരും എന്റെ കയ്യിലേക്ക് തന്നേ. ഇത് കണ്ടോ മുത്ത്, പാവം മോള് തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് കണ്ണെല്ലാം കുഴിയിൽ പോയി. ഇന്ന് മോളെ ഈ പാല് കുടിച്ചേ, ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഇവര് രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അവര് പാലൊന്നും കുടിക്കണ്ട, നീ കുടിച്ചേക്ക്. മണിക്കുട്ടി, നിന്റെ മമ്മി അഭിനയിച്ച് തകർക്കുകയാണല്ലോ. അതെ അതെ, ഇങ്ങനെ അഭിനയിച്ച് തകർത്താലേ നമുക്കൊന്നും കഴിക്കാൻ ഫുഡ് പോലും ഉണ്ടാവത്തില്ല ഈ വീട്ടില്. അതാ എനിക്കും തോന്നുന്നത്. എന്നാലും മമ്മി ഇങ്ങനെയൊക്കെ കാണിക്കണോ? വേണം, മമ്മിയെ പുറത്താക്കിയിട്ട് അകത്ത് കയറ്റിയതല്ലേ. അതെന്താ വർഷേ, പാല് ഇനി അവിടെ ഇല്ലേ? അവർക്കും ഇവൾക്കും എല്ലാവർക്കും ഉള്ള പാല് അവിടെ ഉണ്ടല്ലോ. ഇല്ല ഏട്ടാ, ഞാനാ പാലേ ചായക്കെടുത്തു, ഇനി അവിടെ പാലില്ല. ചെറിയമ്മേ, എനിക്ക് 2 ഗ്ലാസ് പാലൊന്നും വേണ്ട ചെറിയമ്മേ. സാരമില്ല മോളെ, നീ അത് കുടിച്ചേക്ക്, നിന്റെ ശരീരമൊക്കെ ഒന്ന് മൊത്തം നന്നാവട്ടെ. പാവം എന്റെ മോള് നന്നായി ക്ഷീണിച്ചു പോയി. വേണ്ട ചെറിയമ്മേ, എനിക്ക് പാലൊന്നും വേണ്ട. പറഞ്ഞ കേക്കുമ്പോഴോ നീ അത് കുടിച്ചേ. വർഷയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇനിയും എന്റെ മുത്തിനെ ഇവൾ സങ്കടപ്പെടുത്തില്ലെന്നാ തോന്നുന്നത്. എന്തായാലും സമാധാനായി. പാവം എന്റെ മോള്. ചേട്ടാ, ചേട്ടൻ ഇനി എങ്ങോട്ടാ പോകുന്നത്? ഞാനിപ്പോ വരെ വർഷേ. എനിക്ക് പാലൊക്കെ കൊണ്ടു തന്നിരിക്കുന്നു. ചെറിയമ്മ ആളാകെ തന്നെ മാറിപ്പോയോ? വിശ്വസിക്കാമോ ഇത്? എന്റെ കൺമുന്നിൽ കാണുന്നതെല്ലാം സത്യം തന്നെയാണോ? വിശ്വസിക്കാനേ കഴിയുന്നില്ല. എത്ര പെട്ടെന്ന് ഇങ്ങനെയായോ ചെറിയമ്മ? ഇത് എന്ത് മറിമായും? മോളെ മുത്തേ, എന്താ ചെറിയമ്മേ? ചെറിയമ്മയുടെ മുത്ത് ആ പാൽ ഗ്ലാസ് ഇങ്ങോട്ട് തന്നേ. ചെറിയമ്മ അപ്പൊ എനിക്ക് കഴിക്കാൻ തന്നതല്ലേ ഇത്? മുത്തേ മോളെ, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട കേട്ടോ. എന്നാലേ മര്യാദയ്ക്ക് ആ ഗ്ലാസ് പെട്ടെന്ന് ഇങ്ങോട്ട് തന്നേ. തന്നോളാം. മക്കളെ, എന്റെ മമ്മി, എന്നാ ഇതങ്ങ് കുടിച്ചേക്ക്, ഒരു തുള്ളി പോലും ബാക്കി വെച്ചേക്കരുത്. മണിക്കുട്ടി, നിന്റെ ഡാഡി വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഈ പാല് കുടിച്ച് ഗ്ലാസ് അടുക്കളയിൽ കൊണ്ടുപോയി വെക്കാം. വേണ്ട വേണ്ട, അടുക്കളയിൽ കൊണ്ടുപോയി വെക്കണ്ട, ഇവളുടെ കയ്യിലേക്ക് കൊടുത്താൽ മതി. അപ്പൊ അച്ഛൻ വന്ന് കാണുമ്പോ അവളാണ് ആ പാലൊക്കെ കുടിച്ചെന്നല്ലേ വിചാരിക്ക. ആ ശരിയാ. പെണ്ണേ, നിന്റെ നാശം പിടിച്ച മുഖം കാണിച്ചോണ്ടിരിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്കടി. അവളിരിക്ക പാല് കുടിക്കാന്. അവള് പാല് കുടിക്കുള്ളു പോലും. ഞാൻ വേണമെന്ന് പറഞ്ഞില്ലല്ലോ ചെറിയമ്മേ, എനിക്ക് വേണ്ടാന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അധിക പ്രസംഗം പറയുന്നു നീ. പോയി കിടന്നുറങ്ങാൻ നോക്ക് എവിടെയെങ്കിലും. അമ്മ, എല്ലാം വെറുതെ ആയിരുന്നു അമ്മ. ഞാൻ വിചാരിച്ചു ചെറിയമ്മക്ക് എന്നോട് സ്നേഹമായെന്ന്. പക്ഷേ ഇല്ല അമ്മ, ഒരിക്കലും എന്റെ അമ്മയാകാൻ ചെറിയമ്മക്ക് കഴിയില്ലല്ലോ. എന്റെ അമ്മ അമ്മ മാത്രം. അച്ഛൻ ഒരുപാട് സന്തോഷത്തില്ല ചെറിയമ്മയുടെ മാറ്റം കണ്ട്. അച്ഛനും അറിയില്ലല്ലോ ചെറിയമ്മ എന്നോട് അഭിനയിക്കുകയാണെന്ന്. പാവം എന്റെ അച്ഛൻ. എന്താ അമ്മ അവരിങ്ങനെ ദുഷ്ടത കാണിക്കുന്നത്? ഒന്നുമല്ലെങ്കിലും ആ മണിക്കുട്ടി എന്റെ അച്ഛന്റെ മോള് തന്നെയല്ലേ അമ്മ? പാവം എന്റെ മുത്ത്. മുത്തേ,
എന്റെ പൊന്നു മോളെ, എന്റെ പൊന്ന്, നല്ല ഉറക്കായോ? എന്റെ ചക്കര വാവ. പൊന്നു, പൊന്നു, അമ്മ നോക്കടാ. എന്തൊരു ഉറക്ക ഇത്. എന്റെ മുത്ത മോളല്ലേ ഇത്. എന്ത് ഉറക്ക എന്റെ കുട്ടിക്ക്. നല്ല ക്ഷീണം കാണും. പാവം, ഞാനില്ലാതെ അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്റെ മോൾക്ക് അവളുടെ അച്ഛനുണ്ടെങ്കിലും അമ്മയില്ലല്ലോ. പാവം എന്റെ മോള്. എന്റെ മോളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ പോലും എന്നെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ. എന്തൊരു ഭാഗ്യമില്ലാത്ത അമ്മയാ ഞാൻ. ഇത്രയും ഭാഗ്യമില്ലാത്ത അമ്മ ഈ ലോകത്ത് തന്നെ ഉണ്ടാവത്തില്ല. മുത്തേ, അമ്മയുടെ ചക്കരേ, എണീക്കടാ. അമ്മ ഒന്ന് നോക്കുന്നു മോളെ. അമ്മ, 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 ഒന്ന് മിണ്ടമ്മ എന്നോട്. ദേവു, നീ കേൾക്കുന്നില്ലേ നമ്മുടെ മോള് നിന്നെ വിളിക്കുന്നത്? അവൾക്ക് ഇത്ര വർഷമായിട്ടും നീ അവളുടെ മനസ്സിൽ തന്നെ ഉണ്ട് ദേവു. അവളുടെ മനസ്സിൽ മാത്രമല്ല, എൻ്റെ മനസ്സിലും. അത് ഞങ്ങളുടെ മനസ്സിൽ ഇല്ലാതാവണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മണ്ണോട് ചേർന്ന് നിന്റെ അടുത്ത് എത്തുക തന്നെ വേണം. ഉറക്കത്തിൽ പോലും എൻ്റെ മോൾക്കും എനിക്കും നീ മാത്രം. നിന്നെപ്പോലെ ഒരാളെ ഈ ജന്മം എനിക്കിനി കിട്ടുമോ ദേവു? നിനക്ക് തുല്യം നീ മാത്രമല്ലേ ദേവു? എൻ്റെ മോള് അവൾ ഉറങ്ങിക്കോട്ടെ. നല്ല ക്ഷീണം കാണും എൻ്റെ കൊച്ചിന്. ഉണർത്തി ശല്യം ചെയ്യണ്ട. നല്ല കുറേ മാമ്പഴം. ഇന്ന് കുറേ മാമ്പഴം തിന്നണം. ആ മുത്തി ചേച്ചിയുടെ ചെറിയമ്മ കാണാതെ എല്ലാ മാങ്ങയും പറിക്കണം. ദുഷ്ടത്തി ചെറിയമ്മ വന്നു. മാങ്ങ ഇനി കിട്ടൂല. ആന്റി, ആന്റി എന്തിനാ വിളിച്ചത്? പറയാം. എവിടെ മണിക്കുട്ടി? എവിടെ? എന്നോട് പറഞ്ഞ ആന്റി. ഞാൻ പറഞ്ഞോളാം മണിക്കുട്ടിയോട്. പോരാ, അവള് കൂടി വരട്ടെ. രണ്ടും കൂടി മുത്തച്ചിക്ക് എന്തോ പണി കൊടുക്കാനാന്നാ തോന്നുന്നത്. എന്തായാലും ഇവിടെ ശബ്ദം ഉണ്ടാക്കാതിരിക്കാം. മമ്മി, എന്താ മമ്മി? ആ മുത്തില്ലേ, അവൾക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണം. അതിനാണോ മമ്മി എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഞാൻ അവിടെ TV കാണാനായിരുന്നോ? അതല്ല മോളു, അവൾക്ക് പണി കൊടുക്കുന്ന കാര്യം അവിടെ വെച്ച് പറയുമ്പോ അവൾ കേൾക്കൂലേ? അതിപ്പോ നമ്മൾ അവിടെ വെച്ച് തന്നെ പ്ലാൻ ചെയ്തിരുന്നത്. അതല്ല മോളു, ഇനി നമ്മൾ ഓരോ കരിക്കൽ നീക്കുമ്പോഴും ശ്രദ്ധിച്ചു വേണം. അത് പറ, എന്താ പ്ലാൻ? മുത്തുചേച്ചിക്ക് പണി കൊടുക്കേ. പാവം മുത്തുചേച്ചി. മുത്തുചേച്ചി എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എന്താ ഒരു മാർഗം? മുത്തുചേച്ചിയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാലേ ഒന്ന് കമന്റ് ചെയ്ത് കല്ലുവിനെ അറിയിക്കണേ. കല്ലുവിനെ മുത്തുചേച്ചിനെ രക്ഷിക്കാൻ പറ്റുമോ? പെട്ടെന്ന് കമന്റ് ചെയ്തേക്കണേ കൂട്ടുകാരെ. ചെയ്യില്ലേ നിങ്ങൾ കമന്റ്? ചെറിയമ്മക്കും മക്കൾക്കും നല്ലൊരു പണി തന്നെ തിരിച്ചു കൊടുക്കണ്ടേ? ആദ്യം ഞാനേ അവരെന്താ പറയുന്നേന്ന് കേൾക്കട്ടെ. എന്താ മമ്മി, പെട്ടെന്ന് പറ. എനിക്ക് ആ കാർട്ടൂൺ കാണണം മമ്മി. ഏത് കാർട്ടൂണാ മണിക്കുട്ടി? നെഹാൻ കാർട്ടൂൺ ഉണ്ട്. എനിക്കും നെഹാൻ കാർട്ടൂൺ കാണണം. അത് വേഗം പറ. എന്നാ കേട്ടോ, അവളിപ്പോ ഡാഡിയുടെ പൊന്നു മകളായി സുഖിച്ചു വാഴയില്ലേ? അതൊന്ന് നിർത്തണ്ടേ നമുക്ക്? അവളുടെ അച്ഛൻ അവൾക്കിട്ട് 2 പേട കൊടുക്കണ്ടേ? പറ, നിങ്ങൾ പറ. മുത്തുചേച്ചിയെ തല്ലു കൊള്ളിക്കാനോ? മുത്തുചേച്ചിയുടെ അച്ഛന്റെ കയ്യിന്നോ? പാവം മുത്തുചേച്ചി. ഹായ് മമ്മി, അത് കളിക്ക്. അതെ ആന്റി, പ്ലാൻ പറ ആന്റി, ഞങ്ങൾ റെഡിയാ. ഇന്ന് വൈകുന്നേരം നമ്മളെല്ലാരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ചന്ദ്രേട്ടനും ഉണ്ടാവുമല്ലോ കഴിക്കാൻ നേരം. അവളുടെ ഫുഡിലേക്ക്